ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയല്ലേന്നു. അച്ഛാ, 2 കാലിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തിട്ടായാലും നിങ്ങളൊക്കെ പൊന്നുപോലെ ഞാൻ. അച്ഛൻ ഇപ്പൊ ഞങ്ങളെ നന്നായിട്ടല്ല നോക്കുന്നതെന്ന് ആരാ പറഞ്ഞേ? 3 വർഷം അച്ഛൻ എനിക്ക് തന്നാ മതി. അതിനുള്ളിൽ പഠിച്ച് ഞാൻ നല്ലൊരു നിലയിലെത്തും. എനിക്ക് നല്ലൊരു ജോലി കിട്ടും. പിന്നെ സെറ്റല്ലേ? പിന്നെ അച്ഛനെ ഒരു വാക്കുകൊണ്ട് പോലും ആരും കുറ്റപ്പെടുത്താനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല. സത്യം. അല്ല, പതിവില്ലാതെ രാവിലെ തന്നെ മാളു ഇത് എങ്ങോട്ടാ? അവള് പട്ടണത്തിലേക്ക് പോവുക ഗ്രേസി, എൻട്രൻസ് പരീക്ഷ എഴുതാൻ. ആ, ഏത് പരീക്ഷയായാലും മോള് ജയിക്കും. അല്ല, എന്ത് കഷ്ടപ്പെട്ടാ ഈ കൊച്ചു പഠിച്ചത്? ഈ കുഗ്രാമത്തിൽ നല്ല കോളേജോ ട്യൂഷൻ സെന്ററോ വല്ലതും ഉണ്ടോ? എന്നിട്ടും ഇവള് റാങ്ക് വാങ്ങിച്ചല്ലേ പാസ്സായത്. രവി, ഗ്രേസി പറഞ്ഞതിന് മറ്റൊരു വശം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് പട്ടണത്തിൽ പോയി പഠിക്കുവാന്നൊക്കെ പറഞ്ഞാലേ അതൊരു വലിയ ചടങ്ങാ. ഇനിയും എന്തിനാ ഇവിടെ കഷ്ടപ്പെടുത്തുന്നേ? മാളൂനിപ്പോ ആവശ്യത്തിൽ കൂടുതൽ പഠിപ്പായല്ലോ. ഇനി ഇവൾക്കൊരു കല്യാണം നോക്കിക്കൂടെ? എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും പെൺകുട്ടിയൊക്കെ വേണ്ടത് ഒരു ജീവിതമല്ലേ രവി? ഗോപി മാമ, ജീവിതം എന്നതുകൊണ്ട് മാമൻ എന്താ ഉദ്ദേശിക്കുന്നത്? പെൺകുട്ടികൾക്ക് ജീവിതം എന്ന് പറഞ്ഞാലേ അത് കല്യാണമല്ല, വിദ്യാഭ്യാസ. അത് മനസ്സിലാക്കാത്തവരാ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം. ശരിക്കും പെൺമക്കളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാരെ അവളുടെ കഴുത്തില് 100 പവന്റെ ആഭരണം ഇട്ട് കെട്ടിക്കാനല്ല നോക്കുക. അവളുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി കൂടെ നിൽക്കാനാ ശ്രമിക്ക. എന്റെ അച്ഛനെ പോലെ. തൃപ്തിയായല്ലോ അല്ലേ? മിടുക്കി, വയറ് നിറച്ച് കൊടുത്തല്ലോ. ബസ് വന്നല്ലോ. മറക്കാതെ കഴിച്ചോണം. അതെ, ദോശയാ. അച്ഛനെ ഇഷ്ടപ്പെട്ട ചുട്ടമുളക് വെച്ചിട്ടുണ്ടേ. എങ്ങോട്ടാ? മുത്തശ്ശി, നിങ്ങളെല്ലാവരും കൂടി ഇത് വലിയ ആഘോഷമാക്കി മാറ്റിയല്ലോ. ഇതൊക്കെ എന്ത്? നമ്മുടെ ശരിക്കുള്ള സെലിബ്രേഷൻ ഒക്കെ വൈകുന്നേരം അല്ലേ മുത്തശ്ശി? ആശ എവിടെ ബാല? ആശ മേഡം മേക്കപ്പ് കഴിയണ്ടേ വല്യമേ? ആ, ദാ എത്തിയല്ലോ. അല്ല, വരദ എവിടെ? പറഞ്ഞ പോലെ വരദമായ കണ്ടില്ലല്ലോ. റൂമിലുണ്ടാവും, ഞാൻ വിളിച്ചിട്ട് വരാം. ആ, ദേ വന്നല്ലോ. ഒരച്ഛനും സ്വന്തം മകളോട് ഈ ദ്രോഹം ചെയ്യില്ല. ഇന്നു മുതല് ഞാൻ നിങ്ങളുടെ മകളല്ല. എനിക്കിങ്ങനെ ഒരു അച്ഛനുമില്ല.
അത്രയും കഴിഞ്ഞില്ലേ മോളെ? ഇനി അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കണോ? ചില മുറിവുകള് വീഞ്ഞു പോലെ അമ്മ. കാലം ചെല്ലുമ്പോ അതിന്റെ വീര്യം കൂടും, കൂടുതൽ വേദനിപ്പിക്കും. ആ മുറിവ് നിന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചു പോയതാണ്. 23-ാമത്തെ വയസ്സിൽ നിനക്കത് മനസ്സിലാക്കാനുള്ള പക്വതയില്ലാതെ പോയി. പക്ഷേ ഇന്ന് ഈ 45-ാമത്തെ വയസ്സിലും അതൊരു തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന് തിരിച്ചറിവില്ലായ്മയെന്ന് വേണം പറയാൻ. പോട്ടെ, നല്ലൊരു ദിവസമായിട്ട്. അതെ മുത്തശ്ശ, ഞങ്ങൾ ഒരിക്കൽ പിറന്നാൾ സമ്മാനം നോക്കിയില്ലല്ലോ. വാ. ഇങ്ങ് വാ മുത്തശ്ശ. ചുമ്മാ പിള്ളേരെ വിഷമിപ്പിക്കാതെ ചെല്ല്. ആഹാ, ഇത് കൊള്ളാവല്ലോ. ഇത് പുത്തമ്പുരക്കൽ ഫാമിലി ട്രീയാ മുത്തശ്ശ. എന്താ മുത്തശ്ശ? ഈ ഫാമിലി ട്രീയിൽ ഞാൻ എവിടെ? രുക്മിണി എവിടെ? ഞങ്ങളുടെ പടം മാത്രം ഇതിൽ ഇല്ലല്ലോ. അതെങ്ങനെ ഉണ്ടാവാൻ പറ്റും? ഈ ട്രീ അല്ലേ മുത്തശ്ശൻ? ഓ, അങ്ങനെ. ഞങ്ങൾക്ക് ഈ മരത്തണലിൽ ജീവിക്കുന്ന കുഞ്ഞു കിളികളല്ലേ? അതെ, ഇനി നമ്മൾ രാമപുരത്തേക്ക് പോകുമ്പോൾ ഇതുകൂടി കൊണ്ടുപോകണം. രാമപുരത്തിന്റെ മണ്ണിൽ ഗ്രാമത്തിന്റെ നന്മയിലും പ്രകൃതിയുടെ സ്വാഭാവികതയിലും ഇതിന്റെ വേരുകൾ ആഴത്തിൽ വളരണം. അല്ല, അവനെവിടെ? ആദി ആദ്യം എൻട്രൻസ് എക്സാമിന് പോയിരിക്ക. ഉച്ചകഴിഞ്ഞ് എത്തും മുത്തശ്ശ. വന്നടാ, ആദീശ്വരനെ വന്നടാ. ഞങ്ങള് ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചായിരുന്നു. എല്ലാം റെഡിയല്ലേ? ഇവിടെ എല്ലാം സെറ്റാ. എന്നാലും എന്റെ അളിയാ, എങ്ങനെയാ നീ ഇവിടെ വീട്ടിൽ നിന്ന് പൊക്കിയത്? ഈ ആദ്യം ഒരു കാര്യം തീരുമാനിച്ചോ? പിന്നെ പിന്നോട്ടില്ല മോനെ. മച്ചാനെ, സംഭവമൊക്കെ കൊള്ളാം. മച്ച മാസാണ്, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ശരണ്യടമ്മ എപ്പോ വേണം ഇവിടെ ലാൻഡ് ചെയ്യാം. രജിസ്റ്റർ ഒപ്പിട്ട് സേഫ് ആയില്ലെങ്കിൽ പണി പാടും. വാ സാറേ, പയ്യനും പെണ്ണും റെഡി. എന്നാൽ വൈകണ്ട, ഒപ്പിടാം. വാടാ.